MS ടേസ്റ്റ് ടെസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെയധികം ഔഷധ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള എള്ളും അവിലും ചേർത്തൊരു കർക്കിടക സ്പെഷ്യൽ കൂട്ടാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. ഇതിനുവേണ്ടി 250 ഗ്രാം എള്ളെടുത്തിട്ടുണ്ട്. ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒന്നാണ് എള്ള്. രോഗപ്രതിരോധ ശേഷി കൂട്ടാൻ വളരെ നല്ലതാണിത്. അതുപോലെ പ്രമേഹം, കൊളസ്ട്രോൾ, അമിതവണ്ണമൊക്കെ കുറയ്ക്കാനും എള്ള് നല്ലതാണ്. ആർത്തവ സംബന്ധമായ അസുഖങ്ങൾക്കും ഇത് വളരെ നല്ലതാണ്. ഇതിൽ ധാരാളം ഫൈബർ, അയൺ, കാൽസ്യം ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അനീമിയ ഉള്ളവർക്ക് ഹിമോഗ്ലോബിൻ്റെ അളവ് കൂട്ടാനും എള്ള് വളരെ നല്ലതാണ്. മുതിർന്നവർക്കും കുട്ടികൾക്കുമൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഔഷധ കൂട്ടാണിത്. ഇത് നന്നായി 2-3 പ്രാവശ്യം കഴുകി ഊറ്റിയെടുക്കണം. ആദ്യം എള്ള് നമുക്കൊന്ന് വറുത്തെടുക്കാം. ചൂട് കട്ടിയുള്ള പാത്രത്തിലിട്ട് വേണം എള്ള് വറുത്തെടുക്കാൻ. മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഇത് വറുക്കാൻ, കരിഞ്ഞു പോകരുത്. എള്ളി നന്നായി മൂത്ത് വരുമ്പോൾ ഇതുപോലെ പൊട്ടി വരും. ഇനി നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റാം. ഇപ്പോൾ ഇത് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഈ പാത്രത്തിലേക്ക് 125 ഗ്രാം അവിൽ ചേർക്കാം. മട്ടയരിയുടെ അവിൽ വേണം എടുക്കാൻ. എള്ളിൻ്റെ പകുതി അളവിൽ വേണം അവിൽ ചേർക്കാൻ. ഇതും മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ വറുത്തെടുക്കണം. കൈകൊണ്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്താൽ പൊടിഞ്ഞു വരുന്ന പരുവത്തിൽ വേണം അവിൽ വറുത്തെടുക്കാൻ. ഇതും നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി വേണ്ടത് കരിപ്പെട്ടിയാണ്. 200 ഗ്രാം കരിപ്പെട്ടി എടുത്തിട്ടുണ്ട്. ഇത് ഉരുക്കിയെടുക്കണം. ഇതുപോലെ ഒന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളമൊഴിച്ച് മെൽറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് അരിച്ചെടുക്കണം. ഇനി ഈ പാനിൽ 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കാം. 3 ടേബിൾ സ്പൂൺ കാഷ്യൂ നട്ട്സും 3 ടേബിൾ സ്പൂൺ കപ്പലണ്ടിയും ചേർത്തൊന്ന് ഫ്രൈ ചെയ്യാം. ഇനി ഇത് കോരി മാറ്റാം. ചെറുതായിട്ടൊന്ന് കളർ മാറി വന്നാൽ മതി. ഈ നെയ്യിലേക്ക് തന്നെ 1 കപ്പ് തേങ്ങ ചിരവിയത് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലെ വെള്ളമൊക്കെ വറ്റി ചെറുതായിട്ടൊന്ന് കളർ മാറി വരണം. ഇനി ഇതിലേക്ക് അരിച്ചു വെച്ച കരിപ്പെട്ടി ചേർക്കാം. ഇത് നന്നായിട്ട് കുറുകി വരണം. ഇനി ഇതിലേക്ക് വറുത്ത് വെച്ച അവിൽ ചേർക്കാം. ഇനി ഇതിൻ്റെ പ്രധാന ചേരുവയായ എള്ള് ചേർക്കാം. 1 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും 1 ടീസ്പൂൺ ജീരകപ്പൊടിയും ചേർത്ത് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. അവിലിലേക്കും എള്ളിലേക്കും കരിപ്പെട്ടി നന്നായിട്ട് ചേരുന്ന വിധത്തിൽ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി കാഷ്യൂ നട്ട്സും കപ്പലണ്ടിയും ചേർത്ത് ഒന്നുകൂടി മിക്സ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ വളരെ ഔഷധ ഗുണങ്ങളുള്ള എള്ളും അവിലും റെസിപ്പി റെഡി ആയിട്ടുണ്ട്. ഇത് 1 ടേബിൾ സ്പൂൺ വീതം 2 നേരം കഴിക്കാം. കർക്കിടക മാസത്തിൽ ഇത് കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഇതൊരു ബോട്ടിലിൽ അടച്ചു വെച്ചാൽ 2 ആഴ്ച വരെ പുറത്ത് കേടുകൂടാതെ ഇരിക്കും. കൂടുതൽ കാലം വെക്കണമെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിച്ചാൽ മതി. എള്ളും അവിലും തേങ്ങയൊക്കെ വറുക്കുമ്പോൾ അതിൻ്റെ നനവൊക്കെ നന്നായിട്ട് മാറുന്ന വിധത്തിൽ വേണം വറുക്കാൻ. അപ്പോൾ ഇത് കുറേ നാൾ കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റും.
അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്